നമസ്തേ. ഇന്ന് ഞാനുള്ളത് ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ അടുത്താണ്. ഇവിടെ 2 കാവുകളാണുള്ളത്. കിഴക്കും കാവും അതായത് പടിഞ്ഞാറുമായിട്ട് 2 ഭാഗത്തായി. ഇവിടെ അമ്പലങ്ങളില്ല. ഭഗവാന്റെ ഓങ്കാരമായ രൂപമാണ് ഇവിടെ ഉള്ളത്. ഓങ്കാരം അതായത് ഒരു കോവിലിലും പ്രതിഷ്ഠിക്കാവുന്നതിൽ അധികമാണ് ഇവിടുത്തെ ശക്തി. അതുകൊണ്ട് ഓച്ചിറ പരബ്രഹ്മം എന്ന് പറയുന്നു. 2 കാവുകൾക്കും അതായത് ആലിച്ചുവട്ടിലാണ് ഇവിടെ നമ്മൾ പൂജിക്കുന്നത്. മറ്റുവിധ പൂജകളൊന്നും ഇല്ല. നമ്മൾക്ക് എല്ലാവർക്കും അവിടെ പ്രാർത്ഥിക്കാം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഭാഗങ്ങൾക്ക് പലയിടത്ത് വേദനകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അവയവങ്ങൾ മരത്തിൽ കുത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തലക്കുഴിഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ വേദനകളൊക്കെ മാറും. അതുപോലെ അവിടെ സർപ്പത്തിൻ്റെ ഇതുണ്ട്. അവിടെ നമുക്ക് സർപ്പദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കിട്ടും. വെടി വഴിപാട് ഇങ്ങനെ പലതരം കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പം എല്ലാവർക്കും അവിടെ നമ്മുടെ ഹോട്ടലുകളൊക്കെ ഉണ്ട്, ബുക്ക് ചെയ്യാം. നമുക്ക് ബുക്ക് ചെയ്യാതെയും ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെ താമസ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാവരും ഓച്ചിറ അതായത് പരബ്രഹ്മത്തിൻ്റെ അടുത്ത് പോകണം. എല്ലാവരും ഓച്ചിറയിലേക്ക് സ്വാഗതം. ബലമില്ലാതെ ആചരയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ ബലമില്ലാതെ ആചരയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ടിവിടെ ചിത്രത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം ചിത്രത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം അമ്പലമില്ലാതെ ആചരയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മുടന്തനും കുരുടനും ഉമയും ഈ വിധ ദുഃഖിതരായവരും